നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചു കഴിഞ്ഞ 4 പേരെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുന്നു. ആക്കില റിബ, പലിശ ഭക്ഷിക്കുന്നവനെ. പലിശ കൊണ്ടുണ്ടാക്കിയ മുതലിൽ നിന്ന് സമ്പാദിച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾ, അതുകൊണ്ട് നിത്യജീവിതം കഴിയുന്ന ആളുകൾ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിനെ ഭക്ഷിപ്പിക്കുന്നവര്, തന്റെ കുടുംബത്തിലേക്ക് താൻ ചെലവെടുക്കേണ്ടവർക്കൊക്കെ ഭക്ഷണം നൽകുന്നത് പലിശ മുതൽ കൊണ്ട് ഭക്ഷണം നൽകുന്ന ആളുകളെ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. ഭക്ഷണം പലിശ കൊണ്ട് ഭക്ഷിക്കുന്നവരും അത് ഭക്ഷിപ്പിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഇനം വശാഹിദൈഹി, പലിശക്ക് സാക്ഷി നിൽക്കുന്ന ആളുകൾ, പലിശ ഇടപാടിൽ സാക്ഷി പറയുന്ന ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. പലിശ ഇടപാടിൽ സാക്ഷി പറയുന്ന ആളുകളെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ആള് വകാതിബഹു, അതിനെ എഴുതി വെക്കുന്ന ആളുകൾ, പലിശ എഴുതി വെക്കുന്ന ആള്, കാത്തിബന്മാർ, എഴുതി വെക്കുന്ന ആളുകൾ. അപ്പോ ഈ 4 കൂട്ടരെയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ഒന്നാമതായി പറഞ്ഞത് പലിശ ഭക്ഷിക്കുന്നവൻ, രണ്ടാമതായി പറഞ്ഞത് പലിശ ഭക്ഷിപ്പിക്കുന്നവൻ, മൂന്നാമതായി പറഞ്ഞത് അതിന് സാക്ഷി നിൽക്കുന്നവർ, നാലാമതായി പറഞ്ഞത് അത് എഴുതി വെക്കുന്ന ആളുകൾ. ഇങ്ങനെ 4 കൂട്ടരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനത്താക്കിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും കൂട്ടരിൽ നിങ്ങൾ ഉൾപ്പെടുമോ എന്നുള്ളത് ഞാനും നീയും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്നാണ്. കച്ചവടം നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കുകയും പലിശ നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിലൂടെ സമ്പാദിക്കാം, പലിശയിലൂടെ സമ്പാദിക്കാൻ പറ്റുകയില്ല. പലിശ എത്ര സമ്പാദിച്ചാലും അതൊരു മറ്റൊരു വിധത്തിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്കതുകൊണ്ട് വളരെ ദൂഷ്യവശങ്ങൾ മറ്റൊരു വശത്തു കൂടെ അള്ളാഹു തന്ന് പരീക്ഷിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മെ ആ അത്തരം പലിശകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മയും നമ്മുടെ സന്താനങ്ങളെയൊക്കെ പലിശയുമായി ഇടപെടുന്നതിൽ നിന്ന് നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.